നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതിലുള്ള 100 വാർത്തകൾ നോക്കാം. വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് തലകൊലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധമാളി. പലയിടത്തും സംഘർഷം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും ബിജെപിയും തെരുവിൽ. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യം തള്ളി സിപിഐഎം. ആരോഗ്യമന്ത്രിയെ പ്രതിരോധിച്ച് സിപിഐഎം നേതാക്കളും മന്ത്രിമാരും. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന് വിട നൽകി നാട്. സംസ്കാരം നടത്തിയത് തലയോലപ്പറമ്പിലെ സഹോദരിയുടെ വീട്ടുവളപ്പിൽ. അന്ത്യോപചാരം അർപ്പിച്ച് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും. മരണകാരണമായത് തലക്കേറ്റ ഗുരുതര പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബിന്ദുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേരിട്ടെത്തി മന്ത്രി വി.എൻ. വാസവൻ. കുടുംബത്തിന് അടിയന്തര സഹായം കൈമാറി. കൂടുതൽ സഹായം മന്ത്രിസഭ തീരുമാനിക്കും. മകൾക്ക് സൗജന്യ ചികിത്സയും മകന് താൽക്കാലിക ജോലിയും ഉറപ്പു നൽകി. ബിന്ദുവിന്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് വീണ ജോർജ്. ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയും. പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചത് മനഃപൂർവ്വമെന്ന് ചാണ്ടിയുമ്മൻ എം.എൽ.എ 24-നോട്. വീണ ജോർജ് സ്ഥാനത്തിരിക്കാൻ അർഹയല്ല എന്ന് തെളിയിച്ചു. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് UDF പിന്നോട്ടില്ലെന്നും ചാണ്ടിയുമ്മൻ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. കോഴിക്കോട് ആശുപത്രിയിൽ 18-കാരി മരിച്ചത് നിപ്പ ബാധിച്ച്. സ്ഥിരീകരണം പുനെ വൈറോളജി ലാബിലെ പരിശോധനയിൽ. ചികിത്സയിൽ കഴിയുന്ന മണ്ണാർക്കാട് സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരം. 3 ജില്ലകളിലായി 345 പേർ സമ്പർക്ക പട്ടികയിൽ. സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് കോടതി. ചിത്രം വെച്ചതുകൊണ്ട് എന്ത് ക്രമസമാധാന പ്രശ്നമുണ്ടായെന്നും ചോദ്യം. വിസിയുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിനെ തടയാൻ ശ്രമിച്ച് SFI. ഗവർണറുടെ അധികാരം. കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക്. 10 ദിവസത്തെ ചികിത്സയ്ക്കായി നാളെ പുലർച്ചെ യാത്ര തിരിക്കും. പരിശോധനകൾ ഹ്യൂസ്റ്റണിലെ മയോ ക്ലിനിക്കിൽ. വിദേശ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചു. പകരം ചുമതല ആർക്കും കൈമാറിയിട്ടില്ല. 24 ഫോളോ അപ്പ്. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലഹരി പാർട്ടികൾ നടന്നത് ഇടുക്കി പാഞ്ചാലിമെട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് യുവതി ഉൾപ്പെടെ 4 പേർ. ലഹരി വസ്തുക്കളുടെ സാമ്പിൾ ശേഖരിച്ച് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ദലൈലാമയുടെ പിൻഗാമിയെ നിർണ്ണയിക്കാനുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. തീരുമാനമെടുക്കേണ്ടത് ദലൈലാമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയം വൈകാരികമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. മതനിയമങ്ങളിൽ അന്തിമ തീരുമാനം ചൈനയുടേതെന്നും അവകാശവാദം. പ്രതികരണം. ദലൈലാമയുടെ 90-ാം ജന്മദിനം ജൂലൈ 6-ന് വിശ്വാസികൾ ആഘോഷിക്കാനിരിക്കെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ്. തുടർച്ചയായി 3 തവണ MLA-മാരായവർ മത്സരിക്കേണ്ടെന്ന് തീരുമാനം. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഇളവ് ലഭിക്കും. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം ലഭിക്കുമെന്ന് യൂത്ത് ലീഗ്. 24 എക്സ്ക്ലൂസീവ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം TVK നേതൃയോഗത്തിൽ. AIADMK സഖ്യത്തിലേക്കുള്ള BJP ക്ഷണം തള്ളി വിജയ്. BJP മതപരമായി ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടിയെന്നും പ്രതികരണം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്ന് അരമണിക്കൂർ. ദൃശ്യങ്ങൾ 24-ന്. 2 ആംബുലൻസുകൾ രോഗികളുമായി കാത്തുകിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ പ്രണവ്. സൂംബ ഡാൻസ് വിവാദത്തിൽ അധ്യാപകൻ TK അഷ്റഫിനെതിരായ നടപടി അപലപനീയമെന്ന് വിസ്ഡം. സാധ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മാദനി. കൊൽക്കത്ത കൂട്ടബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കോളേജുകളിലും യൂണിയൻ റൂമുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. 39 വർഷം മുൻപ് താൻ കൊലപാതകം നടത്തിയെന്ന പ്രതിയുടെ കുറ്റസമ്മതത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് അലി റിമാൻഡിൽ. കൂടരഞ്ഞിയിൽ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ കൊലപ്പെടുത്തിയെന്ന് പ്രതിയുടെ മൊഴി.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്തുമെന്ന് തിരുവനന്തപുരം SUT ആശുപത്രി. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പ്രതീക്ഷ പങ്കുവച്ച് മകൻ അരുൺകുമാർ. അച്ഛന്റെ ആരോഗ്യനില പതുക്കെ മെച്ചപ്പെട്ടു വരികയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. അകാരണമായി പെൻഷൻ തടഞ്ഞുവെക്കരുതെന്ന് ഹൈക്കോടതി. ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിലാണ് കോടതിയുടെ ഇടപെടൽ. ഡോക്ടർ സിസ തോമസിനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു സംസ്ഥാനത്തിന്റെ നടപടികളെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോടികൾ ഒഴുക്കിയുള്ള വമ്പൻ പ്രചാരണത്തിന് BJP സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വത്തിന്റെ അനുമതി. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തിന് ഉറപ്പു നൽകി. ജയസാധ്യതയുള്ള പഞ്ചായത്ത് വാർഡുകളിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഫണ്ട് നൽകാൻ ആലോചന. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഡോക്ടർ ഹാരിസിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശയില്ല. ഉപകരണങ്ങൾ വാങ്ങുന്ന രീതിയിൽ കാലോചിത മാറ്റങ്ങൾ വേണം. മെഡിക്കൽ കോളേജുകളിൽ സമഗ്ര ഓഡിറ്റിംഗിനും ശുപാർശ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരന്തബാധിതർക്കായി ചെലവിട്ട തുക പുറത്തുവിട്ട സർക്കാർ. ആകെ ചിലവഴിച്ചത് 108.21 കോടി രൂപ. എൽസൺ എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുത്തതിന് 43.77 കോടി രൂപയും മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി 13.03 കോടി രൂപയും നൽകി. വീടിന് പകരം 15 ലക്ഷം രൂപ വീതം 104 പേർക്ക് 15.6 കോടി രൂപ ധനസഹായം നൽകി. തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഷീലയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസ്, നാരായണദാസ് എന്നിവരെയാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഗർഭസ്ഥ ശിശു മരിച്ചതായി പരാതി. മരിച്ചത് മാങ്കുളം കുറത്തിക്കുടി സ്വദേശികളായ ആശ ഷിബു ദമ്പതികളുടെ കുഞ്ഞ്. ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട്. തൃശൂർ നഗരത്തിലെ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി ഉടമകൾ സ്വമേധയാ പൊളിച്ചുമാറ്റണമെന്ന് മേയർ MK വർഗീസ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. നഗരത്തിലെ 140-ലധികം കെട്ടിടങ്ങളാണ് ബലക്ഷയം ഉള്ളതായി കണ്ടെത്തി പൊളിച്ചുമാറ്റാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എറണാകുളം തൃക്കാക്കരയിൽ യുവാവ് അപകടത്തിൽപ്പെട്ട് മരിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. KSRTC ബസ്സിനടിയിൽപ്പെട്ടാണ് കളമശ്ശേരി സ്വദേശി അൻസാർ മരിച്ചത്. കൊച്ചിയിൽ ആഡംബര കാർ ഇറക്കുന്നതിനിടെ ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി RTO. അപകടത്തിന് കാരണമായത് കയറ്റിറക്ക് തൊഴിലാളിയുടെ പരിചയക്കുറവെന്ന റിപ്പോർട്ട്. ട്രെയിലറുകൾ യാർഡിലെത്തിച്ച് വേണം കാർ ഇറക്കാനെന്നും RTO. ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. കോഴിക്കോട് ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. നൊച്ചാട് സ്വദേശി റൌഫാണ് അറസ്റ്റിലായത്. മലപ്പുറം വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ എംപവറിംഗ് റാഗിംഗ് ഫ്രീ ക്യാമ്പസ് എന്ന തലക്കെട്ടിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം. റാഗിംഗ് സംബന്ധിച്ച നിയമപരവും മാനുഷികവുമായ പരിമിതികൾ വിശദമാക്കി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാം പന്തർ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കേണൽ നിസാർ അഹമ്മദ് സീതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പന്ന്യങ്കര ടോളിന് സമീപം 2 ദിവസമായി നിർത്തിയിട്ടിരുന്ന ആശുപത്രി മാലിന്യ വണ്ടി നീക്കി. 24 വാർത്തയെ തുടർന്ന് തരൂർ MLA PP സുമോദ് സ്ഥലത്തെത്തി. ലോറി ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ മുതുകുളത്ത് ബൈക്ക് അപകടമുണ്ടായത് മത്സര ഓട്ടത്തിനിടെയെന്ന് പോലീസ്. വിദ്യാർത്ഥികളുടെ സംഘമാണ് അഭ്യാസ പ്രകടനവും മത്സരയോട്ടവും നടത്തിയത്. ഇവർക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും പോലീസ്. കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗൂണ്ടായിസം. സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് താഴെ കാറിനെ ഭിത്തിയോട് ചേർത്തുവെച്ചു. കാർ കടന്നു പോകാതിരിക്കാനാണ് ബസ് അടുപ്പിച്ചത്. ബസ് ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. വയനാട് നെന്മേനി മണ്ണാടിയിൽ വീടിന്റെ ചുവരിൽ നിന്ന് രക്തത്തിന് സമാനമായ അടയാളങ്ങൾ കണ്ടതിൽ ആശങ്കയിൽ വീട്ടുകാർ. കഴിഞ്ഞ 3 ദിവസമായി ഇങ്ങനെ കാണുന്നുവെന്ന് വീട്ടുകാർ. പോലീസ് അന്വേഷണം വേണമെന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും. കാസർഗോഡ് പോർക്കളത്ത് പള്ളി വികാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി.
MCBS പള്ളി വികാരി ആന്റണിയാണ് മരിച്ചത്. പള്ളിയോട് ചേർന്നുള്ള പഴയ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. കൊല്ലം പൂങ്കുളഞ്ഞി റോഡ് തകർന്നു. ഫാമിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമെന്ന് നാട്ടുകാർ. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ് പാത. കൊല്ലം ശാസ്താംകോട്ടയിൽ റോഡ് നവീകരണം ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിൽ. പഞ്ചായത്ത് ആസ്ഥാനമായ നെടിയവിള പ്രാഥമികാരോഗ്യ കേന്ദ്രം, സ്കൂളുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്. പാലക്കാട് ഒറ്റപ്പാലം മനുഷ്യരിയിൽ അച്ഛനും മകനും മരിച്ച നിലയിൽ. മനുഷ്യരി സ്വദേശികളായ കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കിരൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം. കാസർഗോഡ് നീലേശ്വരത്ത് 17-കാരിയെ ബലാത്സംഗം ചെയ്ത മുത്തച്ഛൻ അറസ്റ്റിൽ. നീലേശ്വരം സ്വദേശിയായ 72-കാരനാണ് പിടിയിലായത്. 1 മാസമായി ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു. പാലക്കാട് ലക്കിടിയിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പഴയ ലക്കിടി പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വയനാട് മേപ്പാടിയിലെ ജനവാസ മേഖലകളിൽ പുലിയും കരടിയും ഇറങ്ങി. റിപ്പൺ വാളത്തൂരിലെ റിസോർട്ടിന് സമീപത്ത് 2 പുലികളാണ് എത്തിയത്. നെല്ലിമുണ്ട അമ്പലക്കുന്ന് പ്രദേശത്താണ് കരടിയും കുട്ടിയും എത്തിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പാലം ഓഗസ്റ്റ് അവസാനം തുറക്കും. ഗഡറുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ 38 കോടി രൂപ വിനിയോഗിച്ച് മേജർ ഇറിഗേഷൻ വിഭാഗമാണ് പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത്. മലപ്പുറം താഴേക്കോട് നിർമ്മാണത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടം തകർന്നു വീണു. തൊഴിലാളികൾ രക്ഷപ്പെട്ടു. കെട്ടിടം തകർന്നു വീഴുന്ന ദൃശ്യം 24 ലഭിച്ചു. കണ്ണൂർ ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ കാട്ടാനയുടെ ജഡം ഒഴുകിയെത്തി. കുട്ടിയാനയുടെ ജഡമാണ് ഒഴുകിയെത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രം നടത്തിപ്പ് പുതിയ കരാറുകാരൻ ഏറ്റെടുത്തു. സൈക്കിളിന് പ്രതിദിനം 25 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 30 രൂപയും കാർ, ഓട്ടോറിക്ഷ എന്നിവയ്ക്ക് 100 രൂപയുമാണ്. റെയിൽവേക്ക് നൽകേണ്ട വാടക തുക നൽകാതെ മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയതിനാലാണ് 1 മാസം മുൻപ് പഴയ കരാറുകാരനെ റെയിൽവേ ഒഴിവാക്കിയത്. കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ആർദ്ര ശങ്കർ, ബിനിത ആൻഡ് രഞ്ജിത്ത്, AR ദീപ്ത എന്നിവർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് C. നായർ അവാർഡുകൾ സമ്മാനിച്ചു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊല്ലം ചാത്തന്നൂർ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BBA ലോജിസ്റ്റിക്സ്, BCom ടാക്സേഷൻ കോഴ്സുകളിലേക്ക് ഒഴിവ്. അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജ് ഓഫീസിൽ ഹാജരായി അഡ്മിഷൻ നേടാം. കൊല്ലം പെരിനാട് പഞ്ചായത്ത് ബഡ് സ്കൂളിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 7-ന്. പത്തനംതിട്ട സീതത്തോട് ഗുരുനാഥൻ മണ്ണ് ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 8-ന്. പത്തനംതിട്ട കല്ലൂപ്പാറ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 8-ന്. പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവറെ നിയമിക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ 15-ന് മുൻപ് അപേക്ഷിക്കണം. കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിൽ 1ാം ക്ലാസ്സിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 7. തിരികെ 100 ന്യൂസിലേക്ക് ഇനി ദേശീയ വാർത്ത. വാൻഹായ് കപ്പലിൽ വീണ്ടും തീ. കപ്പലിന്റെ താഴത്തെ അറയിലാണ് പുതുതായി തീ കണ്ടെത്തിയത്. ഈ ഭാഗത്തെ കണ്ടെയ്നറിലെ വിവരങ്ങൾ കപ്പൽ കമ്പനി മറച്ചുവെച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് ചൈന സഹായം നൽകിയെന്ന് വെളിപ്പെടുത്തി ഇന്ത്യൻ സൈന്യം. DGMO തല ചർച്ചകൾ നടക്കുമ്പോഴും പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ഇന്ത്യൻ സംവിധാനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നുവെന്ന് കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ്. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ ഭാഗമാകാൻ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM സഖ്യത്തിൽ താൽപര്യമറിയിച്ച് അസദുദ്ദീൻ ഒവൈസി RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന് കത്തു നൽകി. ജാർഖണ്ഡ് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ യോഗേന്ദ്ര സാവോയ്ക്കെതിരെ ED റെയ്ഡ്. അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി.
കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് പോലീസ്. പ്രതികളെ കോളേജിലെത്തിച്ചാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിച്ചത്. തമിഴ്നാട് ഈറോഡിൽ +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഈറോഡ് ടൗൺ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിത്യയാണ് മരിച്ചത്. പെൺകുട്ടികളോട് ആദിത്യ സംസാരത്തിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തമിഴ്നാട്ടിലെ ശിവഗംഗ കസ്റ്റഡി കൊലക്കേസിൽ പ്രതിഷേധത്തിന് പോലീസ് അനുമതി നിഷേധിക്കുന്നതായി തമിഴക വിക്ടറിക്കഴകം. അനുമതി ആവശ്യപ്പെട്ട് TVK അധ്യക്ഷൻ വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചലിൽ മരിച്ചവരുടെ എണ്ണം 69ആയി. 37 പേരെ കാണാതായി. ഡൽഹി ITOയിൽ ട്രക്ക് മറിഞ്ഞ അപകടം. ഉത്തർപ്രദേശിൽ നിന്നും മത്തങ്ങ കയറ്റിയെത്തിയ ട്രക്കാണ് മറിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ പ്രവാസികളുടെ 6ാം തലമുറയ്ക്ക് പ്രവാസി കാർഡുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി. തമിഴ്നാട് തിരുവള്ളൂരിൽ വനിതാ കൌൺസിലറെ ഭർത്താവ് നടുറോഡിൽ കുത്തിക്കൊലപ്പെടുത്തി. കൌൺസിലർ ഗോമതിയാണ് മരിച്ചത്. ഭർത്താവ് സ്റ്റീഫൻ രാജ് പോലീസിൽ കീഴടങ്ങി. ബംഗളൂരുവിന് സമീപം ചന്നപട്ടണയിൽ ട്രെയിനിന്റെ എഞ്ചിന് തീപിടിച്ചു. ഹംസഫർ എക്സ്പ്രസിലാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ തീയണച്ചു. ബംഗളൂരുവിൽ നികുതി വെട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. ഫെറാറി കാറിന് നികുതി നൽകാതെ വെട്ടിച്ചതിലാണ് നടപടി. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നേതൃത്വത്തിലുള്ള മാനുഷിക സഹായ കേന്ദ്രത്തിൽ ഭക്ഷണം തേടിയെത്തിയ സാധാരണക്കാർക്കെതിരെ സഹപ്രവർത്തകർ വെടിയുതിർക്കുന്നത് കണ്ടുവെന്ന് GHFലെ മുൻ സുരക്ഷാ കരാറുകാരന്റെ വെളിപ്പെടുത്തൽ. കേന്ദ്രത്തിൽ നിന്ന് പതിയെ നടന്നു നീങ്ങുകയായിരുന്ന കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടങ്ങിയ സംഘത്തിനെതിരെ വാച്ച് ടവറിൽ നിന്നും യന്ത്രത്തോപ്പ് ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്ന് മുൻ സുരക്ഷാ കരാറുകാരൻ. ഗ്രീസിൽ കാട്ടുതീ ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. തുർക്കിയിൽ നിന്നുള്ള 2 പേർക്ക് ദാരുണാന്ത്യം. റൊമാനിയൻ പർവ്വതനിരകളിൽ കരടിയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. യുദ്ധാനന്തരം ഇറാൻ വ്യോമാതിർത്തി തുറക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇസ്രായേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ 13 അടച്ചിട്ട ടെഹ്റാൻ ഉൾപ്പെടെയുള്ള വ്യോമാതിർത്തി വീണ്ടും തുറന്നതായി ഇറാൻ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ. മോസ്കോ നിരോധിത സംഘടനകളുടെ പട്ടികയിൽ നിന്ന് താലിബാൻ ഗ്രൂപ്പിനെ നീക്കം ചെയ്തതിനെ തുടർന്നാണ് തീരുമാനം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വന്തമായി AI മോഡൽ പുറത്തിറക്കും. സെപ്റ്റംബറോടെയാണ് AI മോഡൽ പുറത്തിറക്കുക. ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിനായുള്ള കരാറിലെ വ്യവസ്ഥകൾ മറ്റ് പലസ്തീനിയൻ സംഘടനകളുമായി ചർച്ച ചെയ്യുകയാണെന്ന് ഹമാസ്. വെടിനിർത്തൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പു വേണമെന്നും ഹമാസ്. ബിസിനസ് ന്യൂസ്. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയാകാൻ എൻവിഡിയ. ചിപ്പ് നിർമ്മാതാവിന്റെ വിപണി മൂലധനം $3.92 ട്രില്യൺ. 2027 മുതൽ ചൈനയ്ക്ക് പുറത്ത് കാറുകൾ വിൽക്കുന്നത് പരിഗണിക്കുമെന്ന് ഷവോമി CEO. കാറുകൾക്ക് മികച്ച ഓർഡറുകൾ ലഭിക്കുന്നതിനാൽ ആഭ്യന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് CEO വ്യക്തമാക്കി. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനുള്ള അപേക്ഷ ക്ഷണിച്ചു. രാജിവെച്ച മനോലോ മാർക്കേസിന് പകരക്കാരനെ തേടിയാണ് അപേക്ഷ. എഡ്ജ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1ാം ഇന്നിംഗ്സ് ലീഡ് പ്രതീക്ഷയിൽ ഇന്ത്യ. 3 വിക്കറ്റിന് 77 റൺസ് എന്ന നിലയിൽ 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുന്ന ഇംഗ്ലണ്ട് നിലവിൽ 510 റൺസിന് പിന്നിലാണ്. ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 12:30 നടക്കുന്ന 1ാം ക്വാർട്ടറിൽ ഫ്ലുമിനൻസെ അൽ ഹിലാലിനെ നേരിടും. നാളെ രാവിലെ 6:30 നടക്കുന്ന 2ാം ക്വാർട്ടറിൽ ചെൽസിയുടെ എതിരാളികൾ പാൽമിറാസ്. വനിതാ യൂറോ കപ്പ് ഫുട്ബോളിൽ സ്പെയിനിന് വമ്പൻ ജയം. എതിരില്ലാത്ത 5 ഗോളിന് പോർച്ചുഗലിനെ തകർത്തു.
ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബംഗ്ലാദേശ് പര്യടനം ഉപേക്ഷിച്ചതായ റിപ്പോർട്ടുകൾ. സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതായാണ് വിവരം. 3 വീതം ഏകദിനങ്ങളും 2020യുമായിരുന്നു ബംഗ്ലാദേശിൽ ഇന്ത്യ കളിക്കേണ്ടിയിരുന്നത്. മേജർ ലീഗ് ക്രിക്കറ്റിൽ ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തി MI ന്യൂയോർക്ക്. ലോസ് ഏഞ്ചലസ് നൈറ്റ് റൈഡേഴ്സിനെ 8 വിക്കറ്റിനാണ് MI തകർത്തത്. ഉത്തേജക മരുന്ന് ഉപയോഗത്തിലെ വർധനയടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയോട് ആശങ്കയുയർത്തി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. ഒളിമ്പിക്സ് ആതിഥേയത്വ ചർച്ചകൾക്കായി IOC ആസ്ഥാനത്തെത്തിയ IOA സംഘത്തോടാണ് ആശങ്ക അറിയിച്ചത്. രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും വലിയ ജാവലിൻ ത്രോ ടൂർണമെന്റായ നീരജ് ചോപ്ര ക്ലാസിക്സ് നാളെ നടക്കും. നാളെ വൈകിട്ട് 6:30-ക്കാണ് മത്സരം. മിസ് സൗത്ത് ഇന്ത്യ 2025 പേജന്റ് ഡയറക്ടറായി അർച്ചന രവി. നിയമനം 3 വർഷത്തേക്ക്. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മെനനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ധീരൻ തിയേറ്ററുകളിൽ. മലയാളത്തിലെ എവർഗ്രീൻ താരങ്ങളായ ജഗദീഷ്, സുധീഷ്, മനോജ് കെ ജെയിൻ, അശോകൻ, വിനീത് എന്നിവർ ചിത്രത്തിൽ മുഖ്യവേഷങ്ങളിൽ എത്തും. കുട്ടി അഖിൽ പ്രധാന വേഷത്തിലെത്തുന്ന അമ്പിളി മാമൻ ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സതീഷ് SSK ആണ് സംവിധാനം. ശിവ മൂവീസാണ് നിർമ്മാണം. അഖണ്ഡ 2-ൽ ഹർഷാലി മൽഹോത്രയും. ജനനി എന്നാണ് ചിത്രത്തിൽ ഹർഷാലി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ഹർഷാലിയുടെ ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററും ഇതോടൊപ്പം പുറത്തുവിട്ടു. CID മൂസ പുറത്തിറങ്ങിയിട്ട് 22 വർഷം. സന്തോഷം പങ്കിട്ട് ജോണി ആന്റണി. റിലീസ് വേണമെന്ന് ആരാധകർ. തെന്നിന്ത്യൻ സിനിമയിലേക്ക് ചുവടുവെച്ച് ആമിർ ഖാൻ. കൂലിയിലെ ആമിർ ഖാന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 21-ന് നടക്കുമെന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നു. വൈറലായ പോളിംഗ് തീയതി പട്ടിക വ്യാജമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ അറിയാൻ. ആലപ്പുഴയിലെ അരൂർ, എഴുപുന്ന, കോടംതുരുത്ത്, കുത്തിയതോട്, തുറവൂർ, പട്ടണക്കാട്, കടക്കരപ്പള്ളി, വയലാർ എന്നീ പഞ്ചായത്തുകളിൽ നാളെ ജലവിതരണം പൂർണ്ണമായും മുടങ്ങും. ദേശീയപാത പട്ടണക്കാട് ഗവൺമെന്റ് LP സ്കൂളിന് സമീപം ജപ്പാൻ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനാലാണ് ജലവിതരണം മുടങ്ങുന്നത്. ആലപ്പുഴ ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം നാളെ രാവിലെ 11-ന് ഹരിപ്പാട് റവന്യൂ ടവർ കോൺഫറൻസ് ഹാളിൽ നടക്കും. പാലക്കാട് കോട്ടായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ ഇലക്ട്രോണിക്സ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജിൽ. കോഴിക്കോട് കട്ടാങ്കൽ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 8:30-ന്. കോഴിക്കോട് വില്യാപ്പള്ളിയിലെ MES കോളേജും ദുബായ് വെസ്റ്റർ ഇന്റർനാഷണൽ ഗ്രൂപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ നാളെ നടക്കും. രാവിലെ 9:30 മുതൽ 4 വരെ കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് കോളേജ് അധികൃതർ. ഇപ്പോൾ കിട്ടിയതാണ്. ഉത്തർപ്രദേശിലെ കുശിനഗറിൽ അമിത വേഗത്തിലെത്തിയ ട്രക്കിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കുശിനഗർ സ്വദേശി ദുർഗാവതി. ഉത്തർപ്രദേശിലെ സാമ്പാളിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിടിച്ചു. 5 പേർക്ക് ദാരുണാന്ത്യം. 100 ന്യൂസ് പൂർത്തിയാവുന്നു.